നമ്മൾ ബോറസിലെ സ്റ്റോറ ടോററ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 23 കൺട്രീസിൽ നിന്ന് 40 സ്റ്റോൾസ് ആണ് ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നായി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഗ്രുയർ എന്ന് പറഞ്ഞിട്ടൊരു ചീസാണ് കേട്ടോ. ഇത് കേവിൽ വെച്ചിട്ടാണ് അവർ ഏജ് ചെയ്യിക്കുന്നത്. അവിടെ നിറയെ ഇറ്റാലിയൻ പീസസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പിസ്സ കഴിച്ച് വയറ് നിറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ മെക്സിക്കോയിലോട്ട് വിട്ടു. മെക്സിക്കോയിൽ അവിടെ മെക്സിക്കൻ റൈസ് വിത്ത് ബീഫാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. മെക്സിക്കൻ റൈസ് വിത്ത് ബീഫ്. ബീഫ് പൊരിയല കേട്ടോ, പൊരിഞ്ഞ് കിടക്കാം. പിന്നെ കുറേ ചീസ് ഇട്ടിട്ടുണ്ട്, തക്കാളി സോസ് ഉണ്ട്, പിന്നെ ക്യാപ്സിക്കം ആണ് മെയിൻ. കഴിച്ചു നോക്കട്ടെ. നല്ല ആവിയൊക്കെ വരുന്നു, നല്ല ചൂടുണ്ട് കേട്ടോ. അവിയലും ചോറോടെ കഴിക്കുന്ന പോലെ ഉണ്ട്. കൊള്ളാം. നല്ല മഞ്ഞ റൈസ് കേട്ടോ, കോണൊക്കെ ഉണ്ട്. മഞ്ഞപ്പൊടിയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. തൈരാന്ന് തോന്നുന്നു, കേടൊഴിച്ചിട്ടുണ്ട്. അതോ യോഗട്ടാണോ? ഫുൾ ക്യാപ്സിക്കം ആണ് കേട്ടോ. നല്ല ലുക്കുണ്ട്, ഭയങ്കര ലുക്കുണ്ട്. കൊള്ളാം. ഉപ്പും സ്പൈസും ഒന്നും വലുതായിട്ടില്ല, ന്യൂട്രൽ ടേസ്റ്റാണ്, ഒട്ടും സ്പൈസി അല്ല. ഞാൻ വിചാരിച്ചു മെക്സിക്കൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പൈസി ഒക്കെ ആയിരിക്കുന്നു. ഇത് സ്പൈസി അല്ല. കൊള്ളാം. ഒരുപാട് കളർഫുൾ സോഫ്റ്റ് ഡ്രിങ്ക്സും ക്യാൻഡീസും ക്യാൻഡീഡ് ആപ്പിൾസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ആപ്പിൾസിൻ്റെ മേലെ അവർ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ വെച്ച് കോട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ക്യാൻഡീസൊക്കെ വെച്ചിട്ടുള്ളതാണിത്. ചിലിയൻ എംപനാഡാസ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ചിലിയൻ എംപനാഡ നല്ല അടിപൊളി സ്ട്രക്ചർ കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ മൈക്ക് അപ്പോഴത്തേക്കും ഡിസ്കണക്റ്റ് ആയിപ്പോയി. ഈ എംപനാഡാസ് എന്ന് പറയുന്നത് നമ്മുടെ എഗ് പഫ്സൊക്കെ പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ ചൂസ് ചെയ്തത് പോർക്കിൻ്റെ ഫില്ലിംഗ് ഉള്ള എംപനാഡാസ് ആണ്. അപ്പം ഒരു പോർക്ക് നമ്മുടെ ഉള്ളിയിലൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയ പോർക്കും പിന്നെ അതിനകത്ത് റേസിൻസും പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗിൻ്റെ ഹാഫും കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു എംപനാഡാസ് ആ ഒരു നല്ല സ്പൈസി ചട്നിയോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഈ സാധനം. ഇത് ടർക്കിയുടെ സ്റ്റോളാണ് കേട്ടോ. അവിടെ നിറയെ പിക്കിൾഡ് ഒലിവ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ടർക്കിഷ് ഡിലൈറ്റാണ്, ജെല്ലിയുടെ മേലെ ഷുഗർ കോട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ബക്ലവാസ് ഉണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റിയിലുള്ളത്. ഹണി ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനകത്ത് ഓരോന്നും ഓരോ കോമ്പിനേഷൻ ഓഫ് നട്ട്സാണ്. വാൾനട്ട് ഉണ്ട്, പിസ്താഷ്യോ ഉണ്ട്, കാഷ്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മേടിച്ചത് ഒരെണ്ണം മിൽക്ക് ചോക്ലേറ്റിൻ്റെയും പിന്നെ ഒരെണ്ണം പിസ്താഷ്യോ ആൻഡ് കാഷ്യൂ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വേറൊരു ബക്ലാവയാണ് മേടിച്ചത്. രണ്ടും നല്ല സ്വീറ്റായിരുന്നു. ഏറ്റവും കുറേ കൂടുതൽ സ്വീറ്റായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ പച്ച പിസ്താഷ്യോടെ ആയിരുന്നു. ശരിക്കും ആ ഹണിയുടെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ആ മിൽക്ക് ചോക്ലേറ്റിനത് ഹണീനെക്കാട്ടിയും കുറച്ചുകൂടെ ലെസ് ഷുഗറി ആയിരുന്നു. ആൻഡ് രണ്ടിനും നിറയെ ലെയേഴ്സ് ആയിരുന്നു. കണ്ടാലേ അറിയാം, ഇങ്ങനെ ലെയർ ഇങ്ങനെ ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ എന്തായാലും കാണാനത്. ഇത് ഇറ്റലിയുടെ സ്റ്റോളാണ് കേട്ടോ. ഒരുപാട് ടൈപ്പ് ഓഫ് നൂഗറ്റ്സും കനൂലീസും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള നൂഗറ്റ്സും പിസ്താഷ്യോടെ പിന്നെ ടിറാമിസും ഒക്കെ ഫില്ലിംഗ് ഉള്ള കനൂലീസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഷുഗറി ഐറ്റംസ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. പക്ഷെ കാണാൻ അടിപൊളിയായിരുന്നു ഇതെല്ലാം. ടേസ്റ്റ് ഓഫ് പോളണ്ടിൽ നിന്ന് നമുക്ക് കുറച്ച് പിറോഗി ട്രൈ ചെയ്യണം. ഇതാണ് പിറോഗി. താങ്ക് യു. പിറോഗി. യെസ്. പോർക്കും ചിക്കനും മിക്സ്ഡ് ആണ്, ഏതാന്ന് അറിയത്തില്ല. ഭയങ്കര ഓയിലിയാ. നമ്മുടെ ഈ വാഴക്കാപ്പൊക്കെ എങ്ങനെയുണ്ട്? അവിടെ അകത്തൊന്ന് കാണിച്ച. ഓഹോ, ഭയങ്കര ഓയിലിയാ. നല്ല ഫ്ലേവറുള്ള ഫില്ലിങ്ങാണ്. നമുക്ക് നമ്മുടെ എരിവൊന്നും അല്ല, പക്ഷെ എന്തൊക്കെയോ ഹേർബ്സ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ.
ഡീപ് ഫ്രൈഡ് ആണ് സാധനം. അകത്ത് നല്ല അങ്ങനെ മുഷി ആയിട്ടുള്ള സാധനം, പുറത്ത് ഭയങ്കര ക്രഞ്ചി അല്ല, എന്നാലും ഒരു കട്ടിയുണ്ട്. ഫ്രാൻസിൻ്റെ സ്റ്റോളിൽ പോയപ്പോഴാണ് ഞങ്ങൾ പെട്ടത് കേട്ടോ. അവിടെ എല്ലാം കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാംസ് ഉണ്ടായിരുന്നു, മഷ്റൂമിൻ്റെ സോസ് ഉണ്ടായിരുന്നു, പിന്നെ ഈ പൊട്ടറ്റോസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രാൻസിലെത്തിയിരിക്കുകയാണ്. ഫ്രാൻസിൽ നിന്ന് നമ്മൾ ഹലൂമി ഫ്രൈസും പിന്നെ ഇതുണ്ടോ, ഇത് ക്രാബ് മീറ്റ് ആണ് കേട്ടോ. പ്രോണീസ് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ക്രാബ് മീറ്റും വൈറ്റ് ഫിഷിൻ്റെ മീറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതും ഗാർലിക് സോസും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഹലൂമി ഫ്രൈസ് ആണ്. ഹലൂമി എന്ന് പറഞ്ഞാൽ ഗ്രീസി എന്നുള്ളൊരു ചീസാണ് കേട്ടോ. ചീസിൻ്റെ പുറത്ത് എഗ്ഗും നമ്മുടെ ബ്രെഡ് ക്രംസും ഒക്കെ വെച്ചിട്ട് അവർ ഫ്രൈ ചെയ്ത് എടുത്തേക്കാണ്. ഓയ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പാഴ്സലിയുടെ ആ ടേസ്റ്റും ഗാർലിക്കും എല്ലാം കൂടെ നല്ല ഫിഷി ടേസ്റ്റാണ് കേട്ടോ. ഫിഷി ടേസ്റ്റാണ്. പിന്നെ ഹലൂമി കൂടെ കഴിക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യം വെക്കിക്കേ. സോഫ്റ്റ് ചീസ് അല്ലേ, ചീസ്, ഫ്രൈഡ് ചീസ്, അതാണിത് ഫ്രാൻസ്. പിന്നെ ഞങ്ങൾ പോയത് ബ്രിട്ടൻ്റെ സ്റ്റോളിലോട്ടാണ് കേട്ടോ. ഇവിടെ ഫുൾ കളറായിട്ട് ഫഡ്ജസ് ഇങ്ങനെ വച്ചിരിക്കുന്നത്. എൻ്റെ ദൈവം, എന്തൊക്കെ കളർ കോമ്പിനേഷൻസ്, എന്തൊക്കെ ഫ്ലേവേഴ്സ്. മാംഗോ, യോഗർട്ട്, പിന്നെ നമ്മുടെ വിസ്കി, ബിയർ, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടുത്തെ ലേഡി പറഞ്ഞത് ഈ ഫഡ്ജസൊക്കെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ 2-3 പീസൊക്കെ മേടിച്ചു കേട്ടോ, നാട്ടിലോട്ടൊക്കെ കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ ഫഡ്ജസൊക്കെ വല്ല ടീ ആൻഡ് കോഫി അല്ലെങ്കിൽ ഈ ആൽക്കഹോളൊക്കെ കുടിക്കുന്നതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് എന്നാണ് ഈ സ്റ്റോളിലെ ലേഡി പറഞ്ഞു കേട്ടോ. നമ്മൾ തനിയെ കഴിക്കുകയാണെങ്കിൽ ഷുഗർ ഓവർലോഡ് ആയിപ്പോകും, ഭയങ്കര മധുരമാണ്. ഒരു കോഫി ആൻഡ് ചോക്ലേറ്റിൻ്റെ നൂക്കറ്റാണ് ഇത്. വലിയൊരു ചോക്ലേറ്റ് പോലെ ഉണ്ട് കേട്ടോ. 1 വർഷം എടുക്കും ഞാനിത് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് മാംഗോ ആൻഡ് യോഗർട്ട് അല്ലേ, മാംഗോ ആൻഡ് യോഗർട്ട് സോഫ്റ്റ് നൂക്കറ്റ്. ഐസ്ക്രീം, മാംഗോ ഐസ്ക്രീം. റാസ്ബെറി ടാർട്ട് കഴിച്ചോക്കട്ടോ. മധുരമാണെങ്കിൽ പറ്റത്തില്ല. ആ പുളിപ്പുണ്ടല്ലോ റാസ്ബെറിയുടെ, അത് നൈസ്. ആ മധുരത്തിന് നല്ലോണം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ ഇതാണ് സ്വീഡൻ്റെ ഫുഡ് സ്റ്റോൾ. നമ്മുടെ എന്താണ് ആലി, മൂസിൻ്റെ മീറ്റൊക്കെ കിട്ടും കേട്ടോ ഇവിടെ. സീ ഫുഡ് പയേയ. ഇത് മഞ്ഞപ്പൊടിയാന്ന് തോന്നുന്നു കേട്ടോ. എന്തത് അങ്ങനുണ്ട്. ഗുഡ് മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ചാലുണ്ട്. കൊഞ്ചുണ്ട്, മറ്റേ ചിപ്പിയുണ്ട്, സ്പാനിഷ് ഫുഡ് മൊത്തം മഞ്ഞപ്പൊടിയുടെ കളിയാന്ന് തോന്നുന്നു അല്ലേ. മെക്സിക്കൻ മഞ്ഞപ്പൊടി അല്ലേ മഞ്ഞപ്പൊടി.
മഞ്ഞപ്പൊടിയുടെ തിളപ്പിച്ചോണ്ട് നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലവണ്ണം വേവിച്ച മഞ്ഞപ്പൊടിയുടെ സാധനം. ബാക്കി സ്പൈസ് ഒന്നും അവിടെ എത്തി തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. നമ്മൾ പുറത്തൊക്കെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്പൈസി ഫുഡായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് കഴിക്കാൻ നോക്കരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ മനസ്സിലാക്കാനും അവരുടെ ഒരു ടേസ്റ്റിൻ്റെ രീതി മനസ്സിലാക്കാനും ഒരു ഫണ്ണായിട്ട് വേണം നമ്മൾ ഇത് കഴിക്കാൻ. ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ സ്റ്റോളിലും കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വയറങ്ങ് ഫുള്ളായിപ്പോയി. പക്ഷെ കഴിച്ച ഇതെല്ലാം ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.